ഹലോ നമസ്കാരം എല്ലാവർക്കും ഈസി സ്നാക്സോട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്, ഒരു ഫ്രൈഡേ വ്ലോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഖത്തറിൽ വന്നിട്ട് ദോഹയിലോട്ട് താമസം മാറിയതിൻ്റെ ആദ്യത്തെ ഫ്രൈഡേ എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ കുറച്ച് വീട്ടിലെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രൈഡേ നടക്കുന്ന കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ രാവിലെ തന്നെ ഒരു കാപ്പിയാണ് ഉണ്ടാക്കിയത്. അജയന് രാവിലെ തന്നെ ഒരു കാപ്പി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് നോർമൽ നെസ്കഫയുടെ പൗഡർ വെച്ചിട്ടുള്ള ഒരു കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ അന്തോണി എഴുന്നേറ്റു. അപ്പോൾ അന്തോന് എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ കുറച്ച് സമയം ഇങ്ങനെ കരഞ്ഞിട്ട് എഴുന്നേക്കാം. അത് കഴിഞ്ഞ് പിന്നെ ആൾ എന്നെ കണ്ടു കഴിയുമ്പോൾ ആൾ ഓക്കെ ആവും. അപ്പോൾ അങ്ങനെ കിടന്നിട്ട് പിന്നെ കുറച്ച് സമയം ആളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ, ഓരോരോ കാര്യങ്ങൾ, അതെന്തേ ഇതെന്തേ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് എന്നോട്. ആ ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാമറയും ഫോണൊക്കെ കണ്ടപ്പോൾ ആൾ അതിൽ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഹായ് പറഞ്ഞിടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഹായ് എന്നൊക്കെ പറയാണ് നിങ്ങളോട് കേട്ടോ. അങ്ങനെ അപ്പോൾ ആൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളുടെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ആളൊന്ന് ഫ്രഷൊക്കെ ആക്കി കഴിഞ്ഞ് വന്നപ്പോക്കും അജയൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അലമാരക്കകത്ത് പിടിപ്പിക്കാനുള്ള സാധനങ്ങൾ, നമ്മുടെ വീട് കുറച്ച് ഓർഗനൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യലാണ് അജയൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന്. അപ്പോൾ അന്തുതാ ഇവിടെ നിന്നപ്പോൾ ഞാൻ അവന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുണ്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ രാവിലെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. കാരണം നമ്മുടെ കാര്യം വീട് മാറിയതുകൊണ്ട് കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല ഉണ്ടാക്കാനുള്ള. അപ്പോൾ കുറച്ച് റസ്ക് ഇരിപ്പുണ്ട്, അത് ഇച്ചിരി പാൽ കുതിർത്തിയിട്ട് അതാണ് അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ലഞ്ചാണെങ്കിലും ഇന്ന് ഞാൻ സാധാരണ ഫ്രൈഡേസ് വരുമ്പോൾ നല്ലോണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറാണ് പതിവ്. ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള ഫേവറേറ്റ് സാധനങ്ങളൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം ഇന്ന് കുറച്ച് ഓർഗനൈസിങ് കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് ചെയ്തത് കേട്ടോ. കുക്കിങ് കഴിഞ്ഞ ദിവസത്തെ ഇരുന്നേച്ച ബാക്കിയും പിന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളുടെയും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. തലേദിവസത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് ഷെൽഫിലോട്ട് വെച്ചു. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. അപ്പോൾ നമ്മുടെ അന്തോണി വന്നു. പിന്നെ അവനൊന്ന് ഇതാക്കി പിന്നെയും അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് ട്യൂണയുടെ ടിന്നിൽ ക്യാനിൽ വരുന്ന ട്യൂൺ ഉണ്ടല്ലോ, അത് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു കറി, ഇതിന് എന്ത് പേര് പറയുമെന്ന് പോലും അറിയത്തില്ല, അത് വെച്ചിട്ട് ഒരു ഒരത്ത് പോലത്തെ ഒരു കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട്, റോസ്റ്റ് പോലത്തെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയും സവാളയും ഇഞ്ചിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുറത്ത് താമസിക്കുന്ന എല്ലാവർക്കും നാട്ടിലും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ട്യൂണ ഫിഷിൻ്റെ ക്യാനായിട്ടുള്ള ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും കേട്ടോ. അപ്പോൾ അതിനാദ്യം തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. നന്നായിട്ട് പൊടിയായിട്ട് തന്നെ അരിയണം കേട്ടോ. എന്നാലാണ് ആ ട്യൂണായിട്ടൊപ്പം ഇത് യോജിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. അങ്ങനെ ഞാനപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കേണ്ട ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ വന്നിട്ട് ട്യൂണയുടെ ക്യാനിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ അതിലൊരു ലിക്വിഡായിട്ടുള്ള സാധനം ഉണ്ടാകും. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ കളയാം, ആവശ്യമില്ലെങ്കിൽ കളയേണ്ട, അങ്ങനെ തന്നെ കറിലോട്ട് ഉപയോഗിക്കാം. പക്ഷെ ഞാനിന്ന് റോസ്റ്റ് പോലെ ആക്കിയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലിക്വിഡ് ഞാനൊന്ന് അരിപ്പയിൽ വെച്ചിട്ട് ഊറ്റി കളയാം കേട്ടോ. എന്നിട്ട് ഒരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളും കുറച്ച് വേപ്പിലയും കൂടി ഈ പാനിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുകയാണ് ഫസ്റ്റ് തന്നെ ചെയ്യണത്.
ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഒരു തക്കാളിയുടെ പകുതി, ഒരു ഇച്ചിരി മതി തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഇത് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ തക്കാളിയൊക്കെ ഇതിലൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സവാള ഒത്തിരി അങ്ങനെ വഴന്ന് പോകരുത്, ചെറുതായിട്ട് ഒന്ന് വഴന്ന് വന്നപ്പോക്കും അതിലിട്ട് ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, തക്കാളി അങ്ങനെ സാധനങ്ങളൊക്കെ ചേർക്കണം. പിന്നെ ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടി ആഡ് ചെയ്തില്ല, കാരണം നമ്മൾ മേടിച്ചേക്കണം ഫിഷിൻ്റെ കണ്ടൻറ്റിൽ ഓൾറെഡി മുളക് പൊടി ഇട്ടേക്കൊണ്ട് ഇതിലോട്ട് ആഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഒന്ന് കടുക് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമ്മൾ സാധാരണ ഒരു ഫിഷ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് തന്നെ. അപ്പോൾ പിന്നെ ചോറൊന്ന് ഇച്ചിരി തിളപ്പിക്കാനുണ്ടായിരുന്നു, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാനതെല്ലാം കൂടി തിളപ്പിച്ച് ഉച്ചയ്ക്ക് അത് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. വേറെ ഒന്നും ചോറൊന്നും ഉണ്ടാക്കാൻ നടന്നില്ല, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറേ ഒന്നും ഷൂട്ട് ചെയ്തില്ല എന്നുള്ളൂ. അപ്പുറത്തിരിക്കുന്നത് മോരൂട്ടാനാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ. അപ്പോൾ ആ പാത്രങ്ങളും കൈയോട് കൂടി തന്നെ ഒന്ന് കഴുകി അങ്ങനെ എടുത്തു വെക്കാണ്. അപ്പോൾ എന്താ നമ്മുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റി വെക്കണം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് ചോറൊന്ന് തിളപ്പിക്കും കേട്ടോ, ഉപയോഗിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് അതിലോട്ട് ആ ചോറ് ഇത് അങ്ങനെ തന്നെ ഒഴിച്ചിട്ട് ഊറ്റാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ മീൻ കറി, മീൻ റോസ്റ്റ് റെഡിയായി, ചോറ് റെഡിയായി, മോരൂട്ടാൻ കഴിഞ്ഞ ദിവസത്തെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഇന്നത്തെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വന്നിട്ട് ആ ഗ്യാസും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒബിയസ്ലി അവിടെയൊക്കെ പോകുമല്ലോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പേരയൊന്ന് അടിച്ചിട്ടാണ് ചെയ്യണത്. പേര അടിച്ചതിന് ശേഷം തുടയ്ക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ അവിടെ അജയനും അന്തോണിയും കൂടി നല്ല വർക്കിലാണ്. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞിട്ട് പേര തുടയ്ക്കാമെന്ന് ഓർത്തിട്ട് ഇപ്പോൾ ജസ്റ്റ് അടുക്കളയിൽ നിന്ന് അടിച്ചിട്ടു. ഇപ്പോൾ ഞാൻ ബെഡ്റൂമിൽ വന്നപ്പോൾ ആളിവിടെ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അന്തോണി അവിടെ കാറൊക്കെ ഓടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ആളുടെ. ശരിക്കും പറ്റുന്നെങ്കിൽ അന്തോണിയുടെ സ്വഭാവം ഇപ്പോൾ നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അവൻ നമ്മളെന്ത് ചെയ്യുന്നു അതേപോലെ തന്നെ ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് കേട്ടോ. അത് അജി വിരിക്കും, ഇറക്കും, ആൾ പൊക്കത്ത് പിന്നെയും കയറും, പിന്നെയും എങ്ങനെയെങ്കിലൊക്കെ പൊക്കത്ത് കയറും. അപ്പോൾ എനിക്ക് ശരിക്കും ഇത് ഷൂട്ട് ചെയ്തപ്പോൾ ഇത്ര ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ ഇതിപ്പോൾ ഫാസ്റ്റിലിട്ട് ഓടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ചിരി വരാണ് ഇത് കാണുമ്പോൾ, ആൾ ചെയ്യണ കാണുമ്പോൾ. അപ്പോൾ അവൻ അപ്പോഴേക്ക് ഓരോരോ പില്ലോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, പില്ലോ കവറൊക്കെ ഇടാനായിട്ട്. ഞാനപ്പോൾ ആ സമയം കൊണ്ട് അവിടേക്കൊന്ന് അടിച്ചിട്ടു. കാരണം എന്താ കണ്ടില്ലേ, നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്തോരം വേസ്റ്റാണ്, പേപ്പറും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയെന്ന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് അടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ പേര. ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് ഒരു ദിവസം ആവണുള്ളൂ. അപ്പോൾ അറിയാമല്ലോ, ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് ഒരു 2-3 ദിവസം ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ഒരു പേര ഫുള്ള് തുടയ്ക്കും. അതിന് ശേഷമാണ് പിന്നെ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ടോയ്സ് എന്നുള്ള രീതിയിലോട്ട് ആക്കുള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ വർക്ക് കഴിഞ്ഞെന്നുള്ളൂ ഇതിൽ വന്നിട്ട് ഇരുന്ന് TV കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പേര തുടച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അതിന് ശേഷം വന്നിട്ട് പിന്നെ ഞാൻ അന്തുവിനെ ഇച്ചിരി മുട്ട പൊരിച്ചിട്ടോ. ഒരു മുട്ട പൊരിച്ച അവൻ അന്നത്തെ കാര്യം മീൻ ഈ ട്യൂണർ ഈ ഫിഷിൻ്റെ ഇത് കഴിക്കില്ല. ആൾക്ക് ഫിഷ് ഇഷ്ടമാണ്, പക്ഷേ ഇതിൻ്റെ എരിവുണ്ട് ഇതിൽ കുറച്ച്. അപ്പോൾ അത് കാരണം ആൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇച്ചിരി മുട്ട വറുത്തതും ചോറും കൂടി കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഒരു മുട്ട പൊരിച്ചു. അതിന് ശേഷം ആളുടെ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. കാരണം നമ്മൾ 2 മണി 3 മണിയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഒരിക്കലും നമ്മൾ ആ രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കരുത്. അവർക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ്, കറക്റ്റ് ടൈമിൽ ഉറക്കം, ഇതെല്ലാം കൊടുക്കണം. അപ്പം 1 മണിയായപ്പോൾ തന്നെ ആളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആൾക്ക് ഇങ്ങനത്തെ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് TV-യിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നത്. കാരണം നാട്ടിലെ പോലെ പുറത്ത് ഓടിക്കാനും ചടിക്കാനും ഒന്നും ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ആൾക്ക് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. മുട്ട വറുത്തത് ഇഷ്ടമാണ് ആൾക്ക്, അതുകൊണ്ട് കഴിച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്യാനായിട്ടാണ് അടുത്തത് വന്നിട്ട് ചെയ്തത്.
പിന്നെ ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി വന്നു കേട്ടോ. അതിന് ശേഷം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വിളമ്പി. സാധാരണ ഒരു ചോറ്, മോരുകറി, പിന്നെ നമ്മുടെ ട്യൂണയുടെ ആ ഒരു റോസ്റ്റ്. അതാണ് ഇന്നത്തെ മെനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സംഭവം നല്ല ടേസ്റ്റായിരുന്നു. എനിക്കും ഇഷ്ടമാണ് മോരുകറി, മീൻ വറുത്തത് അല്ലെങ്കിൽ മീനിൻ്റെ ഡിഷസ് കൂടി കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നതിന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അജി കുളിച്ചിട്ടില്ല. അജി പുറത്ത് പോകുന്നതിന് മുമ്പ് കുളിക്കാം എന്ന് പറഞ്ഞിട്ട് കുളിക്കാതെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ ഉണങ്ങാനുള്ളതുകൊണ്ട് നേരത്തെ കുളിച്ചു. ഭക്ഷണത്തിന് മുമ്പ് തന്നെ കുളിച്ചു. അതിന് ശേഷം ഭക്ഷണം കഴിച്ചു. എന്നിട്ട് മുടിയൊക്കെ ഉണക്കിയിട്ടാണല്ലോ ഇനിയിപ്പോൾ പുറത്തോട്ട് പോകാം. വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് പോകണം. പർച്ചേസിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാനിട്ടോ ഞങ്ങൾ രണ്ടുപേരും. മോൻ ഉറങ്ങി ഈ സമയത്ത്. ഭക്ഷണം കഴിഞ്ഞിട്ട് ആൾ ഉറങ്ങി. ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചുമ്പോൾ എന്തായാലും പാത്രങ്ങളുണ്ടാവും. ആ പാത്രം കൂടി ഒന്ന് കഴുകി വെക്കാം കേട്ടോ. കിച്ചണിൽ ഇങ്ങനെ പാത്രങ്ങൾ കഴുകാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ബാഡ് സ്മെല്ല് പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് കാരണം പാത്രങ്ങൾ മാക്സിമം ഞാൻ അപ്പം തന്നെ കഴുകി വെക്കാറാണ് പതിവ്. പിന്നെ ഒരു 3 മണിയൊക്കെ ആയിപ്പോകും അവൻ എഴുന്നേറ്റിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് പാർക്കിലെവിടെയെങ്കിലൊക്കെ പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികളെ കൊണ്ട് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പാടുള്ളൂ. ഫ്രണ്ട് സീറ്റിൽ ഒരിക്കലും ഇരിക്കരുത്. ആരെങ്കിലും പോലീസൊക്കെ കണ്ടാൽ നല്ല ഫൈൻ കിട്ടും. അപ്പോൾ അത് കാരണം ഞങ്ങൾ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണ് ഞങ്ങൾ മോനും കൂടി. അവന് കാർ സീറ്റില്ല, കാർ സീറ്റിൽ ഇരിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചിട്ടില്ല. അപ്പോൾ ആൾ എൻ്റെ ഒപ്പം തന്നെ ബാക്കിൽ ഇരിക്കാറാണ് പതിവ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലെത്തി. ഇപ്പോൾ കോവിഡിൻ്റെ സമയമായതുകൊണ്ട് തന്നെ പാർക്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എക്സ്ട്രാ സാപ്പ് അതേപോലെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ചെയ്യും. പാർക്കിൽ വന്നപ്പോൾ പാർക്കിൽ ആരുമില്ല. ഇപ്പോൾ കോവിഡായതുകൊണ്ട് തന്നെ ആരും പാർക്കിലൊന്നും വന്നില്ല. അങ്ങനെ കളിക്കാൻ പിള്ളേർക്ക് പ്ലേ ഏരിയ ഒന്നും ഓപ്പണല്ല. അപ്പോൾ കുട്ടികളെ കൊണ്ട് വന്നിട്ട് പിള്ളേർക്ക് കളിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ആരും അങ്ങനെ പാർക്കിലൊന്നും വരില്ല. ഞങ്ങൾ പിന്നെ അന്തുവിന് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഇണങ്ങിക്കോട്ടെ. ആൾ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന കുട്ടിയാണ്. എന്നാലും ഇപ്പോൾ 5-6 മാസം നാട്ടിലായിരുന്നല്ലോ. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് ആൾ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ആയിട്ട് ഒന്ന് ഇതാവട്ടെ എന്ന് ഓർത്തിട്ട് ജസ്റ്റ് അങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോകുന്നതാണ് പതിയെ അധികം ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അവൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അവന് ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട്. അപ്പോൾ അവൻ അപ്പനെ വിളിച്ചിട്ട് പോകുന്നു, അങ്ങനെ നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഫുട്ബോളിൻ്റെ ഒരു കോർട്ടുണ്ട്. അപ്പോൾ കോർട്ടിൽ കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ആകെ അവർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ പാർക്കിൽ. എനിക്ക് തോന്നുന്നു ഈ പാർക്കിന് അറൗണ്ടുള്ള ഏതോ സ്ഥലങ്ങളിൽ മീൻസ് ഏതെങ്കിലും വീട്ടിലൊക്കെ താമസിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന അവരൊക്കെ പന്തിന് ഭയങ്കര ഇഷ്ടമായി. അവരുടെ ബോളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കേട്ടോ. അവിടെ 2 ബോളുണ്ടായിരുന്നു എക്സ്ട്രാ. അപ്പോൾ അന്നൊരു ബോളൊക്കെ എടുത്തുകൊണ്ട് കുറച്ച് നേരം അവരുടെ ഒപ്പം കളിച്ചു. അതിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു പൂച്ചനെ കണ്ടത്. പിന്നെ ആൾ പൂച്ചയുടെ പുറകെ ഓട്ടമാണ്. ആൾ ശരിക്കും പറയുന്ന ഒരു മൃഗസ്നേഹിയാണ്. പട്ടി, പൂച്ച, കോഴി ഈ വക സാധനങ്ങളൊക്കെ ആളുടെ ഫേവറേറ്റാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഉള്ളതാണ്. ഇവിടെ ഖത്തറിൽ പട്ടീനെക്കാളും കൂടുതൽ പൂച്ചകളാണ് ഉള്ളത്. അപ്പോൾ ആൾക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചനെ കാണാനും അതിൻ്റെ ഓടാനൊക്കെയാണ്. അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ കുറ്റിമുല്ല അവിടെ ആ പാർക്ക് ഫുൾ ലൈനായിട്ട് 2 സൈഡിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അജിമിൽ കുറച്ച് നേരം അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. അതിന് ശേഷം നേരെ പോയത് നമ്മുടെ സ്വന്തം പർച്ചേസ് ചെയ്യുന്ന തറവാടായ ലുലുലോട്ടാണ്. ലുലുവിൽ ചെന്ന് കുറച്ച് പർച്ചേസൊക്കെ കുറച്ച് കാശൊക്കെ യൂസഫ് അലിക്കൊക്കെ കൊടുത്തിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ടാണ് പിന്നെ പോയത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിന്നർ ഉണ്ടാക്കണം, കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ ഇന്ന് ഡിന്നറിന് എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ച് നടന്നപ്പോഴാണ് ഞാൻ ലുലുവിൽ മറ്റേ ബർഗറിൻ്റെ സെറ്റായിട്ട് മേടിക്കാൻ കിട്ടില്ലേ നമുക്ക് പാൻറ്റീസ്, നമുക്ക് ഇങ്ങനെ ഇതാക്കി ഫ്രോസനാക്കി വെച്ചേക്കുന്നത് കിട്ടും. അപ്പോൾ അത് ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്തിട്ട് ഞാനൊന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്താണെന്നൊന്നും വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് എണ്ണ വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ 2ാമത്തെ ദിവസം ഉണ്ടാക്കിയപ്പോൾ ഇത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു ക്രിസ്പിനെസ്സൊന്നും തോന്നിയില്ല. 2ാമത്തെ ദിവസം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലോറിൽ ഇതൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുത്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. അപ്പോൾ ഇത് ചിക്കൻ ബർഗറിൻ്റെ പാൻറ്റീസ്. എന്നിട്ട് ഇത് വറുത്തിട്ട് ബണ്ണും മുറിച്ച് അതൊന്ന് ടോസ്റ്റ് ചെയ്യും. കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വെച്ച്
അങ്ങനെ അന്തു ഒരിച്ചിരി ബണ്ണും ഈ പച്ചക്കറി മാത്രം തിന്നുള്ളൂ. ചിക്കൻ്റെ ഇത് അവന് വലിയ ഇഷ്ടപ്പെടില്ല. അവനാകെ നോൺ വെജിൽ കഴിക്കുന്നത് ഫിഷ് മാത്രമാണ്. ഇപ്പം വേറെ ഒന്നും കഴിക്കണില്ല ആൾ. എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ കൊടുക്കണമൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്കതൊന്നും ഇഷ്ടപ്പെടണില്ല. അതിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിക്കാത്തതുകൊണ്ട് ആളതൊന്നും കഴിക്കണില്ല. അപ്പോൾ ആൾ ഈ പച്ചക്കറിയും ഈ ബണ്ണും ടോസ്റ്റ് ചെയ്തതും കുറച്ച് കഴിച്ചിട്ടോ. പാറ്റീസ് കൊടുത്തിട്ട് ആൾ കഴിച്ചില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു സിമ്പിൾ ഡിന്നർ തട്ടിക്കൂട്ടി. ലുല്ലിൽ പോയി വന്നിട്ട് പിന്നെ അജിക്ക് സാറ്റർഡേ ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബർഗർ തന്നെ ഒരു തട്ടിക്കൂട്ടി ബർഗറാക്കി അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തു വിടുകയാണ് ചെയ്തത്. കാരണം ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഒത്തിരി സമയം പോകും. പിന്നെ അജിക്ക് അങ്ങനെ ചോറിനോടും കറികളൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. ആൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. കിട്ടിയാൽ കഴിക്കുമെന്നല്ലാതെ അങ്ങനെ നിർബന്ധമില്ല വേണം ചോറും കറിയും തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിശക്കുമ്പോൾ കഴിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ അജിക്കുള്ള ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്ലീനിങ്, ആ ഒരു ദിവസത്തെ ലാസ്റ്റ് സെറ്റ് ക്ലീനിങ് ആണ്. പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാം കഴുകി വെക്കുക. ഫുള്ളൊന്ന് സിങ്കും കാര്യങ്ങളും ഞാൻ എല്ലാ ദിവസവും കഴുകോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടന്നിട്ട് പാറ്റ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ചെയ്ത് വെള്ളമൊക്കെ നിറച്ചു. പിന്നെ ഗുഡ് നൈറ്റാണ്. കാര്യങ്ങളൊക്കെ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനലിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓൾറെഡി സപ്പോർട്ട് ചെയ്യാനുണ്ട്, അതിന് എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതേവരെ സ്റ്റേ ഹെൽത്തി. ബൈ.